ഇത് പിന്നെ വലിയ കുറ്റമായിട്ടാണ് ഇപ്പോൾ CPM പറയുന്നത്. പരാതിയും കൊടുത്തു. പക്ഷേ ഈ സ്ത്രീയെ അന്ന് ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതി ഉത്തരവിൻ്റെ മറവിൽ കയറ്റാൻ കാണിച്ച ഉത്സാഹം അതിനവരിപ്പോഴും അവർ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അവർ അത് ചെയ്ത് തെറ്റാണെന്ന് അവർ പറയുന്നില്ല. അതാണ് CPMൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അവരുടെ നയങ്ങൾ നടപ്പിലാക്കുക, അല്ല അവരുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനുണ്ട് അവരെന്ത് വൃത്തികെട്ട പരിപാടിയും ചെയ്യും. അത് ക്ഷേത്രം ഇപ്പോൾ വലിയ സങ്കടത്തിലാണ്. കാരണം അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ക്ഷണിച്ചിട്ടില്ലെന്ന് വലിയ പരാതിയുണ്ട്. ആവശ്യത്തിന് എന്നെ ഉപകാരപ്പെടുത്താൻ ശ്രമം നടത്തി, ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എന്നെ ഉപേക്ഷിക്കുന്നു എന്നാണ്. അത് ബിന്ദുമണിക്ക് അറിയില്ല പാർട്ടിയുടെ രീതി. അതാണ് CPMൻ്റെ രീതി എന്ന് പറയുന്നത്. അവർ ആവശ്യത്തിൽ നന്നായിട്ട് ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ കറിവേപ്പിലവരെടുത്ത് കളയും. എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിഞ്ഞു പോലും ഇല്ല. അത് പാർട്ടിയുടെ ലൈനാണ്. അത് ബിന്ദുമണിയുടെ കേസിൽ മാത്രമല്ല, പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ കേസ് എടുത്താൽ പോലും നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ സംഭവമുണ്ട്. ശിവശങ്കരൻ നമുക്ക് ഓർമ്മയില്ലേ? ശിവശങ്കരൻ പാർട്ടിക്കാരനല്ല, പക്ഷേ എല്ലാവിധ തരികടയ്ക്കും മുഖ്യമന്ത്രി ഓഫീസിൽ കൂട്ടുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പം അദ്ദേഹം എവിടെ? ഒരു വാർത്ത അദ്ദേഹത്തെ വെച്ച് കേൾക്കാനുണ്ടോ? പാവപ്പെട്ടവൻ ജയിലിൽ കിടന്നില്ലാരും തിരിഞ്ഞു നോക്കി, എന്തെങ്കിലും സഹായം ചെയ്തു? ഇപ്പം എല്ലാവരും അവസാനം ഒറ്റുതിരിഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കേണ്ടി ചെയ്തു. പാർട്ടി മെഷീനറി മൊത്തം അയാളാണ് കള്ളൻ എന്നുള്ള രീതിയിലായില്ലേ? അപ്പോൾ സത്യസന്ധനായിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.